നമസ്കാരം. നമ്മൾ ഇന്ന് +2 സുവോളജിയിലെ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന ചാപ്റ്ററിലെ കോഡോമിനൻസ് ആണ് പഠിക്കാൻ പോകുന്നത്. എന്താണ് കോഡോമിനൻസ് എന്ന് പഠിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് മനുഷ്യന്റെ ബ്ലഡ് ഗ്രൂപ്പിനെ കുറിച്ച് പഠിക്കാം. മനുഷ്യരിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട 4 ബ്ലഡ് ഗ്രൂപ്പുകളാണ് എ, ബി ആൻഡ് ഒ. എന്താണ് ബ്ലഡ് ഗ്രൂപ്പ് എ എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോ മനുഷ്യരുടെ ബ്ലഡ് സെല്ലായ RBCയുടെ സർഫസിൽ കാണപ്പെടുന്ന ആന്റിജൻ അല്ലെ, ഈ ആന്റിജൻ എന്ന് പറയുന്നത് ഉണ്ടാക്കിയിരിക്കുന്നത് പ്രോട്ടീനും അതുപോലെ തന്നെ ഒരു ഷുഗർ ആയിട്ടുള്ള അല്ലെങ്കിൽ പോളിസാക്കറൈഡുകൾ ചേർന്നിട്ടാണ്. അപ്പൊ അതിനെ നമ്മളൊരു ഗ്ലൈക്കോ പ്രോട്ടീൻ എന്നാണ് വിളിക്കുന്നത്. ഈ RBCയുടെ സർഫസിൽ കാണപ്പെടുന്ന ആ ഒരു പ്രത്യേക സ്ട്രക്ചർ ഉള്ളതിനെ ആദ്യമായി കണ്ടെത്തിയതിനെ നമ്മൾ എ എന്നൊരു പേരാണ് കൊടുക്കുന്നത്. അപ്പൊ സർഫസ് ആന്റിജൻ എ ആണ് പ്രസന്റ് ആയിട്ടുള്ളതെങ്കിൽ ആ ബ്ലഡ് ഗ്രൂപ്പിനെ നമ്മൾ എ എന്ന് വിളിക്കുന്നു അല്ലെ. അപ്പോ സർഫസ് ആന്റിജൻ അല്ലെ, ഒരു ഗ്ലൈക്കോ പ്രോട്ടീൻ. ഇനി ഈ എ സ്ട്രക്ചർ അല്ലാതെയുള്ള അതിന് വ്യത്യസ്തമായി കാണിച്ചൊരു സ്ട്രക്ചർ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയുള്ളതിനെ നമ്മൾ എന്ത് ഗ്രൂപ്പ് എന്ന് വിളിച്ചു? എ അല്ലാതെ കാണപ്പെടുന്ന വേറൊരു സ്ട്രക്ചറിനെ നമ്മള് അത് ബി ഗ്രൂപ്പ് ബി എന്ന പേരാണ് നൽകിയത്. അപ്പൊ ബി ഗ്ലൈക്കോ പ്രോട്ടീൻ കാണപ്പെടുന്നതിനെ നമ്മൾ എന്ത് വിളിച്ചു? ബ്ലഡ് ഗ്രൂപ്പ് ബി. എന്നാൽ ചില ആളുകളുടെ ബ്ലഡ് RBCയിൽ ഈ പറയുന്ന സർഫസ് ആന്റിജൻ എയും അതുപോലെ തന്നെ ബിയും പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നതായിട്ട് കണ്ടു. അങ്ങനെയുള്ള ആളുകളുടെ ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് എയും ബിയും ഉള്ളത് കൊണ്ട് അതിനെ AB ഗ്രൂപ്പ് എന്ന് നമ്മൾ വിളിച്ചു. ഇനി വേറെ ചില ആളുകളുടെ ബ്ലഡ് ഗ്രൂപ്പില് ബ്ലഡ് സെല്ലില് അല്ലെങ്കിൽ RBC സെല്ലില് യാതൊരു തരത്തിലുള്ള സർഫസ് ആന്റിജനും ഇല്ലായിരുന്നു. അപ്പൊ ഒരു ആന്റിജനും ഇല്ല എന്ന അർത്ഥത്തിൽ 0 ഗ്രൂപ്പ് എന്നാണ് ഇതിനെ വിളിച്ചത്. പിന്നീട് നമ്മളത് O ഗ്രൂപ്പ് എന്നാണ് വിളിച്ചത്. അപ്പോ സർഫസ് ആന്റിജനില് ഈ എയും പിയും ഇല്ലാത്ത ഗ്രൂപ്പിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? അതേ നമ്മൾ അതിനെ O ഗ്രൂപ്പ് അല്ലെങ്കിൽ 0 ഗ്രൂപ്പ് എന്ന് വിളിച്ചു. ഇനി എന്താണ് ഈ സർഫസ് ആന്റിജന് കാരണം, അല്ലെങ്കിൽ ഈ സർഫസ് ആന്റിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ജീൻ ആരാണ് എന്നുള്ളതാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ നോക്കാനുള്ളത്. അപ്പോ പ്രധാനമായും ബ്ലഡ് സെല്ലിനെ കൺട്രോൾ ചെയ്യുന്ന ജീനിനെ നമ്മൾ വിളിക്കുന്ന പേര് ഐ ജീൻ എന്നാണ്. ഐ ജീൻ. ഈ ഐ ജീന് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന 2 പ്രധാനപ്പെട്ട അല്ലീലുകളാണ്. ഒന്ന് ഐ ജീൻ എ എന്ന് പറയുന്നത്, രണ്ടാമത്തത് ഐ ജീൻ ബി എന്ന് പറയുന്നത്. അപ്പോ ഐ ജീൻ എ ഉള്ളതായിരിക്കാം എ ഗ്രൂപ്പ്, ഐ ജീൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ബി ഉള്ളതിനെ നമുക്ക് എന്ത് വിളിക്കാം? ബി ഗ്രൂപ്പ് എന്നുള്ളത്. ഇനി എയും ബിയും ഉണ്ട് എങ്കിൽ അത് AB ഗ്രൂപ്പ് ആയിരിക്കും. ഇനി ചില ജീനുകൾ അല്ലെ, ഈ ഐ ജീന് യാതൊരുവിധ ഗ്ലൈക്കോ പ്രോട്ടീനെയും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. അപ്പൊ ഐ ജീൻ എ എന്ന് പറയുന്ന ഗ്ലൈക്കോ പ്രോട്ടീനെ പ്രൊഡ്യൂസ് ചെയ്താൽ അത് എ ഗ്രൂപ്പ് ആകുന്നു, ബിനെ പ്രൊഡ്യൂസ് ചെയ്താൽ അത് ബി ഗ്രൂപ്പ് ആകുന്നു. ഇനി എയും ബിയും ഒരേ സമയം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് AB ഗ്രൂപ്പായി മാറുന്നു. ഇനി യാതൊരുവിധ പ്രോട്ടീനെയും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല എങ്കിൽ അതിനെ നമുക്ക് റെസസീവ് എന്ന രൂപത്തിൽ സ്മോൾ ലെറ്റർ I കൊണ്ട് റെപ്രസെന്റ് ചെയ്യാം. അപ്പോ അങ്ങനെയുള്ള ഗ്രൂപ്പാണ് 0 ഗ്രൂപ്പ് അല്ലെങ്കിൽ O ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ ഐ ജീനിന്റെ അല്ലീൽസുകളെ എങ്ങനെയാണ് ഓരോ ഗ്രൂപ്പിനെ റെപ്രസെന്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ സാധാരണയായിട്ട് ഒരു ജീനിന് 2 ടൈപ്പ് അല്ലീലുകളെയാണ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു. എന്നാൽ ഈ ഐ ജീനിന് ഒന്നിലധികം അല്ലീലുകളെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ട്. ഇത് ഓരോ ആളുകളിലും വ്യത്യസ്തമായി അല്ലെ. അപ്പൊ ഐ ജീന് എ ആകാം, ബി ആകാം. ഇനി ഒന്നും പ്രൊഡ്യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതിന് റെസസീവ് ആയിട്ടുള്ള അല്ലീലായിട്ട് കാണപ്പെടാം. അതുകൊണ്ട് നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് മൾട്ടിപ്പിൾ അല്ലീലിന് ഉദാഹരണം. ആ പ്രോസസ്സിനെ മൾട്ടിപ്പിൾ അല്ലീലിസം എന്നാണ് വിളിക്കുന്നത്. എന്താണ് മൾട്ടിപ്പിൾ അല്ലീൽ എന്ന് ഗ്രൂപ്പിൽ കാണപ്പെടുന്ന അല്ലീൽസുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. അപ്പൊ ബ്ലഡ് ഗ്രൂപ്പ് എ എന്ന് പറയുന്നതിന് കാരണമായിട്ടുള്ള ജീൻ ഐ ആണ്. ഇനി അല്ലീൽ ഏതാണ്? IA. നമുക്കറിയാം ഒരു ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യാൻ 2 അല്ലീലുകൾ വേണം. അപ്പൊ IA എന്നൊരു കണ്ടീഷനിലാണെങ്കിൽ ഒരു ഹോമോസൈഗസ് ആണല്ലേ. ഈ കണ്ടീഷനുള്ള ഗ്രൂപ്പിനെ നമ്മൾ എ എന്ന് വിളിക്കുന്നു. ഇനി ഇത് കൂടാതെ ഈ IA ഒരു അല്ലീലും സ്മോൾ ലെറ്റർ I, അതായത് റെസസീവ് ആയിട്ടുള്ള ഫാക്ടറും ഇവിടെ ഉണ്ട് എങ്കിൽ ലോ ഓഫ് ഡോമിനൻസ് പ്രകാരം ഏതായിരിക്കും ഈ ഗ്രൂപ്പ്? അതേ ബ്ലഡ് ഗ്രൂപ്പ് എ തന്നെയാണ്. ഇവര് ഹെറ്ററോസൈഗസ് കണ്ടീഷനിലാണ്. ഇവിടെ സ്മോൾ ലെറ്റർ I അല്ലെങ്കിൽ റെസസീവ് ഫാക്ടർ ഉണ്ട് അല്ലെ. ഇതൊരു ഹെറ്ററോസൈഗസിലാണ്. ബ്ലഡ് ഗ്രൂപ്പ് എ ആണ്.
ഇനി ബ്ലഡ് ഗ്രൂപ്പ് ബിനെ എങ്ങനെ പറയാം നമുക്ക്? ഐ ബി എന്ന് പറയുന്ന ഹോമോസൈഗസ് കണ്ടീഷൻ ആകാം. അല്ല എന്നുണ്ടെങ്കിൽ അതെ ഐ ബി എന്നതിന്റെ കൂടെ ഒരു സ്മോൾ ലെറ്റർ ഐ പ്രസന്റ് ആയിട്ടുള്ള റെസസീവ് ഫാക്ടർ ഉള്ള ഒരു ഹെറ്ററോസൈഗസ് കണ്ടീഷനും ആകാം. അടുത്തത് ഒ ഗ്രൂപ്പിനെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? അതെ, ഒ ഗ്രൂപ്പിന്റെ പ്രത്യേകത ഐജീനെ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെ യാതൊരു ഗ്ലൈക്കോ പ്രോട്ടീൻ എ ഉണ്ടാക്കുന്നില്ല അല്ലെ. സർഫസ് ആന്റിജൻ ആയിട്ടുള്ള എയോ ബിയോ ഒന്നും കാണുന്നില്ല. സീറോ എന്ന് നമ്മൾ വിളിച്ചു. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ റെസസീവ് ഫാക്ടർ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ സ്മോൾ ലെറ്റർ ഐ ആണ് ഗ്രൂപ്പ് ഒ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ബ്ലഡ് ഗ്രൂപ്പ് എ ബിയിലേക്ക് വരാം. എന്താണ് ബ്ലഡ് ഗ്രൂപ്പ് എ ബിയുടെ പ്രത്യേകത? ഇവിടെ കാണുന്ന അല്ലീനെ ഐ എ എന്ന് പറയുന്ന ഗ്രൂപ്പും ഐ ബി എന്ന് പറയുന്ന സർഫസ് ആന്റിജനും ഐ എ എന്ന സർഫസ് ആന്റിജനും ഐ ബി എന്ന സർഫസ് ആന്റിജനും ഒരുപോലെ കാണപ്പെടുന്ന ഗ്രൂപ്പാണ് നമ്മൾ, അല്ലെങ്കിൽ ഒരുമിച്ച് കാണപ്പെടുന്ന ഗ്രൂപ്പാണ് എ ബി എന്ന് പറയുന്നത്. ഈ സർഫസ് ആന്റിജൻ എനെയും ബിനെയും പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ആ ഐ ജീനിന് എ ഫാക്ടറും അതുപോലെ തന്നെ അല്ലി ബി ഫാക്ടറും അവിടെ ഉണ്ടായിരിക്കണം. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താണ് എന്ന് ചോദിച്ചാൽ ഇവിടെ രണ്ട് അല്ലീലുകളും ഈക്വലി ഡോമിനേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ രണ്ട് അല്ലീലുകളും ഒരുമിച്ച് ചേർന്നിട്ടാണ് ഈ ഒരു ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യുന്നത്. അങ്ങനെ ഈക്വലി ഡോമിനേറ്റ് ചെയ്യുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോ ഡോമിനൻസ്. കോ ഡോമിനൻസിന് എക്സാമ്പിൾ ആണ് ബ്ലഡ് ഗ്രൂപ്പ് എ. എന്താണ് കോ ഡോമിനൻസിന്റെ പ്രത്യേകത? ഇവിടെ രണ്ട് അല്ലീൽസുകൾ ഉണ്ട് എങ്കിൽ ആ രണ്ട് അല്ലീലുകളും ഈക്വലി ഡോമിനേറ്റ് ചെയ്യുന്നു.